രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും പ്രണാമം. നമ്മള് 18ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത അല്ലെ. 18 ദിവസത്തെ ക്ലാസ് എന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങി. 18 ദിവസവും കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ ഭാഗം 700 ശ്ലോകത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അല്ലെ. 18ാമത്തെ അധ്യായം അങ്ങനെ നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ അധ്യായം. ഇന്നലെ 17ാമത്തെ അധ്യായം കണ്ടു. 17ാമത്തെ അധ്യായത്തില് നമ്മൾ ശ്രദ്ധ വിഭാഗങ്ങൾ അല്ലെ. ശ്രദ്ധാ വിഭാഗങ്ങളില് ഹരേ കൃഷ്ണ. എനിക്ക് 2 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മാതാജി. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ ചെറിയ പ്രശ്നം. പക്ഷെ ഞാൻ ക്ലാസ് രാവിലെ റെക്കോർഡ് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഞാൻ എഴുതുന്നുണ്ട്. അതൊക്കെ ഞാൻ പഠിച്ചു. മാതാജിയുടെ ക്ലാസ് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഓക്കെ കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. പ്രണാമം. അപ്പൊ നമ്മള് ഇന്ന് അധ്യായത്തിൽ നമ്മള് 3 തരത്തിലുള്ള ഭക്ഷണം, 3 ഗുണത്തിലുള്ളവരുടെ ഭക്ഷണക്രമം കണ്ടു. പിന്നെ യജ്ഞത്തെക്കുറിച്ചും ദാനത്തെക്കുറിച്ചും തപസ്സിനെയും കുറിച്ചും അല്ലെ നമ്മൾ കണ്ടത്. 3 ഗുണത്തിലുള്ളവരുടെ 17ാമത്തെ അധ്യായത്തില് അല്ലെ അത് കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞു ചെയ്യുന്നതെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഓം തത്സത്ത് എന്ന് ഉരുവിട്ടുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാതെ കഴിഞ്ഞാൽ അതൊക്കെ എന്താണെന്ന് പറഞ്ഞു? അസത്താണെന്ന് നമ്മൾ കണ്ടു അല്ലെ. അങ്ങനെയാണ് നമ്മൾ 17ാമത്തെ അധ്യായം അവസാനിച്ചത്. ഇനി 18ാമത്തെ അധ്യായത്തിൽ ശരിക്കും നമ്മൾ പറഞ്ഞു 17ാമത്തെ അധ്യായത്തോടുകൂടി ഭഗവത്ഗീത തീരാണ്. അപ്പൊ ഇനി 18ാമത്തെ അധ്യായത്തിൽ കുറച്ചും കൂടി പോയിന്റ്സ് ഉള്ളത് ഭഗവാൻ ഇപ്പൊ നമ്മൾ 3 ഗുണത്തിലുള്ള യജ്ഞവും ദാനവും തപസ് കണ്ടു. ഇനി കർമ്മത്തെക്കുറിച്ചും കർത്താവിനെ കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ഒക്കെയാണ് ഈ അധ്യായത്തിൽ 3 ഗുണത്തിലുള്ളവരുടെ പറയുന്നത്. പിന്നെ എന്താണ് സന്യാസത്തിനെ കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് അപ്പൊ അധ്യായത്തിലേക്ക് പോകാം. അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ അധ്യായത്തിന് 11 ഭാഗങ്ങളാക്കിയിട്ടാണ് ഈ അധ്യായം തിരിച്ചിരിക്കുന്നത്. ഒന്ന് വിരക്തിയോടെ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ത്യാഗത്തെ കുറിച്ച് പറയുന്നു. പിന്നെ 18 വരെയുള്ള ശ്ലോകത്തില്
പരമാത്മാവ് നയിക്കുന്ന പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ച് പറയുന്നു. ത്രിഗുണങ്ങളുടെ ബന്ധനത്തെ കുറിച്ച് പറയുന്നു. 48 വരെയുള്ള ശ്ലോകത്തില് ഭഗവാനെ ആരാധിക്കുന്നത് യഥാർത്ഥ ത്യാഗമാണ് എന്നും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കത് സ്വാതന്ത്ര്യം നൽകുന്നതായിട്ടും പറയുന്നു. 55 വരെയുള്ള ശ്ലോകത്തില് ജ്ഞാനയോഗിയിൽ നിന്ന് ശുദ്ധഭക്തിയുടെ സേവനത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ചും 60 വരെയുള്ള ശ്ലോകത്തില് ശുദ്ധഭക്തിയിലെ പ്രവർത്തനത്തെ കുറിച്ചും 63 വരെയുള്ള ശ്ലോകത്തില് പരമാത്മാവിൽ ശരണം പ്രാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 66 വരെയുള്ളതിൽ ഏറ്റവും രഹസ്യമായ ജ്ഞാനം, ഭഗവാന്റെ ശുദ്ധ ഭക്തനാകുക, അതിനെക്കുറിച്ച് പറയുന്നു. അതായത് ഈ ഭഗവത്ഗീതയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഉള്ളടക്കം എന്താണ്, ഏറ്റവും വിശേഷപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ഏതാണ്, ഈ 66ാമത്തെ ശ്ലോകമാണ്. അതിൽ ആ 66ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇത് പറയാം, 18-ൽ 66ാമത്തെ ശ്ലോകം എന്ന് പറയാം. പിന്നെ 71 വരെയുള്ള ശ്ലോകത്തില് ഭഗവത്ഗീത പഠന പ്രചാരണത്തെ കുറിച്ചും പിന്നെ 73-ല് അർജുനൻ ഉറച്ചു നിൽക്കുന്നതിനെ കുറിച്ചും സഞ്ജയന്റെ പ്രവചനത്തെ കുറിച്ചാണ് ലാസ്റ്റ് ഭാഗത്തിൽ പോകുന്നത്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നമുക്ക് നോക്കി പോകാം. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 12 വരെയുള്ള അധ്യായം കർമ്മവിഭാഗത്തിന്റെ സംഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശി നിഷൂദന. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അർജുനൻ പറയാണ് ഭഗവാന്റെ അടുത്ത്, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാനോട് അർജുനൻ പറയുന്നത് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനുടെ ഋഷികേശ, പിന്നെന്താണ് പറഞ്ഞത്, കേശി നിഷൂദന. 2 പേരാ പറഞ്ഞല്ലോ, ഒന്ന് ഋഷികേശ പിന്നെ കേശി നിഷൂദന. അപ്പോൾ കേശിയെ വധിച്ചവൻ, അതുപോലെ തന്നെ ഋഷികേശൻ, ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും അതിന്റെ ഉദ്ദേശം എന്തെന്ന് അറിയാനായിട്ട് അർജുനൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ 17-ാം അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കുന്നു. മുൻ വിവരിച്ച വിഷയങ്ങളുടെ സംക്ഷിപ്തമായ ഒരു അനുബന്ധമാണ് 18-ാം അധ്യായം. ഭക്തിപൂർവമായ ഭഗവത് സേവനമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളും ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത്യന്ത രഹസ്യമായ ജ്ഞാനമാർഗവും അതുതന്നെയാണെന്ന് ഈ അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും 17-ാമത്തെ അധ്യായത്തില് ഭഗവത്ഗീത അവസാനിക്കുകയാണ്. അപ്പൊ മുന്നിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു സംക്ഷിപ്തമായിട്ടാണ് ഈ 18-ാമത്തെ അധ്യായം പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും ഭക്തിപൂർവമായിട്ടുള്ള ഭഗവത് സേവനമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലെ ഓരോ അധ്യായത്തിലും ഓരോ ശ്ലോകത്തിലും അല്ലെ ഓരോ പേജിലും ഊന്നി പറയുന്നുണ്ട്. അപ്പൊ അത്യന്ത രഹസ്യമായിട്ടുള്ള ജ്ഞാനമാർഗം അത് തന്നെയാണെന്ന് ഈ അധ്യായത്തിലും ചുരുക്കി പറയാണ്. 2-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്, ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണഃ. ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് ഭൗതികമായ വാഞ്ചകൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതിനാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാല് ഭൗതികമായിട്ടുള്ള വാഞ്ചകൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുക, കർമ്മത്തിന് ഉപേക്ഷിക്കുന്നതാണ് എന്ത്, സന്യാസം എന്ന് വിദ്വാൻമാര് പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ് ബുദ്ധിമാന്മാർ എന്ത് പറയണത്, ത്യാഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ കർമ്മത്തിന്റെ ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. പിന്നെന്താണ്, കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതിന് ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മത്തിന് ഉപേക്ഷിക്കുന്നതിന് സന്യാസമെന്നും കർമ്മത്തിന്റെ ഫലം ഉപേക്ഷിക്കുന്നതിന് ബുദ്ധിമാന്മാര് ത്യാഗം എന്ന് വിളിക്കുന്നു. അപ്പൊ ഒന്ന് കർമ്മം ഉപേക്ഷിക്കുന്നു, മറ്റേത് കർമ്മത്തിന്റെ ഫലം ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണ് സന്യാസമെന്നും ത്യാഗമെന്നും ആര് വിളിക്കുന്നത്, ബുദ്ധിമാന്മാരും വിദ്വാൻമാരും ബുദ്ധിമാന്മാര് പറയുന്നത് അങ്ങനെയാണ്.
ത്യാജ്യം ദോഷാവദിത്യേക കർമ്മ പ്രാഹുർമനീക്ഷിണ യജ്ഞദാന തപ കർമ്മ നാത്യാജാമിതി ചാപരേ. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരമായതിനാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, ദാനം, തപസ് എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചിലർ ഋഷികൾ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ എല്ലാ കാമ്യകർമ്മങ്ങളും എങ്ങനെയാണ്? ദോഷകരമായതുകൊണ്ട് തന്നെ അതിനെ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായിട്ടുള്ള ചിലർ പറയുന്നുണ്ട്. അപ്പൊ കാമ്യകർമ്മങ്ങളൊക്കെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ദോഷകരമായതുകൊണ്ട് അതിനെ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായിട്ടുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് ചില ഋഷികളും അഭിപ്രായപ്പെടുന്നു. യജ്ഞം ദാനവും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് ഋഷിമാന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടെ നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരത സത്തമ ത്യാഗോ ഹി പുരുഷവ്യാക ത്രിവിധ സംപ്രകീർത്തിത. ഹേ ഭാരത ശ്രേഷ്ഠ, എന്താ പറയണത്? ത്യാഗത്തെ കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷ വ്യാഘ്രമേ, ത്യാഗം 3 വിധമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ പറയാണ്, ത്യാഗത്തെ കുറിച്ചുള്ള എന്റെ വിധി നിർണയം കേൾക്കൂ. ത്യാഗത്തെ കുറിച്ച് ഞാൻ എന്താ പറയുന്നത്? 3 വിധമാണ് എന്നാണ്. ത്യാഗം 3 തരത്തിലുണ്ടെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ബുദ്ധിമാന്മാരുടെ അല്ലെങ്കിൽ വിദ്വാൻമാരുടെ അവരുടെ എന്താ പറയുന്നത്, അവരുടെ എന്താ പറയാ, അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത് അല്ലെ. പക്ഷെ ഭഗവാന്റെ അഭിപ്രായം എന്താണെന്നാണ് ഭഗവാൻ പറയുന്നത്. ത്യാഗത്തെ പറ്റി അഭിപ്രായങ്ങൾ പലതുമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ സ്വാഭിപ്രായം വെളിപ്പെടുത്തുന്നത് കൊണ്ട് അത് തന്നെ അന്തിമമായി എടുക്കണം. ഭഗവാൻ നിശ്ചിതങ്ങളായ വിവിധ നിയമങ്ങളാണല്ലോ വേദങ്ങൾ. അപ്പോൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും ഭഗവാൻ എന്താണോ പറയുന്നത് അതാണ് അന്തിമമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഭഗവാന്റെ തീരുമാനം, ഭഗവാന്റെ അഭിപ്രായമാണ് നമ്മൾ എടുക്കേണ്ടത്. ഭഗവാന്റെ നിശ്ചിതങ്ങൾ, ഭഗവാന്റെ നിയമങ്ങളാണ് എന്തിൽ പറയുന്നത്? വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എടുക്കേണ്ടത് ആരുടെ അഭിപ്രായമാണ്? ഭഗവാന്റെ അഭിപ്രായമാണ്. യജ്ഞദാന തപ കർമ്മ നാത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാന തപശ്ചൈവ പാവനാനി മനീക്ഷിണാം. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടതല്ല, അവ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നതാണ് ഇത് 3. അപ്പൊ യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്, ഉപേക്ഷിക്കാനുള്ളതല്ല. മഹാത്മാക്കളെ പോലും ശുദ്ധീകരിക്കുന്നതാണ് ഇത് 3. അപ്പൊ ഈ 3 കാര്യങ്ങളും മഹാത്മാക്കളെ പോലും ശുദ്ധീകരിക്കുന്നതാണ്. യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല, അത് അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. മഹാത്മാക്കളെ പോലും ശുദ്ധീകരിക്കുന്നതാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും. ഏതാന്യാപി തു കർമാണി സംഘം ത്യക്ത്യാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ആസക്തിയോ ഫലോദ്ദേശ്യമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എൻ്റെ അന്തിമം അഭിപ്രായം. അപ്പൊ അർജുനനോട് ഭഗവാൻ പറയാണ്, അപ്പൊ നമ്മള് ഇത് അനുഷ്ഠിക്കേണ്ടതാണ്. പക്ഷെ എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടത്? ആസക്തി ഇല്ലാതെ, ഫലം ഉദ്ദേശിക്കാതെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പൊ കർത്തവ്യ നിർവഹണം എന്ന നിലയിൽ നമ്മൾ അതിനൊരിക്കലും ആസക്തിയോ ഫലം ആഗ്രഹിച്ചോ ആവരുത്. നമ്മളത് അനുഷ്ഠിക്കേണ്ടത് ഒരു കർത്തവ്യ നിർവഹണം എന്ന നിലയിലായിരിക്കണം നമ്മളത് അനുഷ്ഠിക്കേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. അപ്പൊ ഭക്തിയുടെ സേവനത്തിലേക്ക് നയിക്കുന്ന ഏത് കർമ്മവും സ്വീകാര്യമെന്ന് ശ്രീമദ് ഭാഗവതം ഘോഷിക്കുന്നു. ഇതാണ് ധർമ്മത്തിന്റെ മികച്ച മാനദണ്ഡം. അപ്പൊ ധർമ്മത്തിന്റെ മികച്ച മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ഭക്തിയുടെ സേവനത്തിലേക്ക് നയിക്കുന്ന ഏതൊരു കർമ്മവും അത് സ്വീകാര്യമാണെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മം എങ്ങനെയായിരിക്കണം? ഭക്തിയുടെ സേവനത്തിലേക്ക് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. അതാണ് ധർമ്മത്തിന്റെ മികച്ച മാനദണ്ഡം എന്ന് പറയുന്നത്. ഭക്തിയുടെ ഭഗവത് സേവനത്തിന് സഹായമാകുന്നത് എന്തും അത് യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും ഒരു ഭക്തന് സ്വീകാര്യമാണ്. അപ്പൊ യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും ഭക്തിയുടെ സേവനത്തിന് സഹായകമാകുന്നത് എന്തായാലും അതെങ്ങനെയാണ്? സ്വീകാര്യമാണ്, അത് അനുഷ്ഠിക്കേണ്ടതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപത്യത്തെ മോഹാത്തസ്യ പരിത്യാഗ താമസാ പരികീർത്തിതഃ. നിയത കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. അപ്പൊ നിയത കർമ്മങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷിക്കാൻ പാടില്ല. വ്യാമോഹം കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ അതെന്താണ്? തമോ ഗുണത്തിലുള്ള ത്യാഗമാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പാലിക്കേണ്ടതായിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങള് നമ്മൾ ചെയ്യണം. അത് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ വ്യാമോഹം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മടിയായിട്ടോ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ടോ നമ്മളത് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലുള്ള ത്യാഗമായിട്ടാണ് വരുന്നത്.
ഒരു സന്യാസി തനിക്ക് വേണ്ടി പാകം ചെയ്തുകൂടെന്ന് വിധി. അവനവന് വേണ്ടി പാകം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്, എന്നാൽ ഭഗവാന് വേണ്ടി പാകം ചെയ്യുന്നത് വിലക്കിയിട്ടില്ല. അതുപോലെ ഒരു ശിഷ്യനെ കൃഷ്ണാവബോധം വളർത്തുന്നതിൽ സഹായിക്കാനായി സന്യാസിക്ക് അയാളുടെ വിവാഹം നടത്തി കൊടുക്കാം. അത്തരം പ്രവർത്തികളെ ത്യജിക്കുന്നവൻ തമോ ഗുണപ്രേരിതമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സന്യാസി തനിക്ക് വേണ്ടി പാകം ചെയ്തുകൂടാന്നാണ് വിധി പറയുന്നത്. പക്ഷേ ഭഗവാന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പാകം ചെയ്തു കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ശിഷ്യനെ കൃഷ്ണാവബോധം വളർത്താനായിട്ട് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സന്യാസിക്ക് എന്ത് ചെയ്തു കൊടുക്കാം? അവരുടെ വിവാഹം നടത്തി കൊടുക്കാം. അത്തരം പ്രവർത്തികളെ ത്യജിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? തമോ ഗുണത്തിലുള്ള പ്രവൃത്തിയായിട്ടാണ് വരുന്നത്. കാരണം ആ ഒരു ശിഷ്യനെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ സന്യാസിക്കുള്ള ബാധ്യത അത് ഇല്ലാതാക്കാണ്. അത് നിരാകരിക്കുമ്പോൾ അത് തമോ ഗുണത്തിലുള്ള പ്രവൃത്തിയായിട്ടാണ് മാറുന്നത്. ദുഃഖമിത്യേവ യത് കർമ്മ കായ ക്ലേശാഭയാത്യജേത് സാകൃത്വ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. നിയത കർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസികമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. അപ്പൊ നിയത കർമ്മങ്ങൾ ക്ലേശകരമാണെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് കരുതിക്കൊണ്ട്, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കർമ്മം നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ അതെന്താണ്? രാജസികമായിട്ടുള്ള ത്യാഗമാണ്. അപ്പൊ അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക്, അത്തരത്തിലുള്ള പ്രവൃത്തി ഒരിക്കലും നമ്മൾ എന്തിലേക്ക് നയിക്കില്ല? ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നമ്മളെ നയിക്കില്ല. പ്രവൃത്തി കൊണ്ട് താൻ നേടുന്ന ധനം കൃഷ്ണാവബോധത്തിന് സഹായകമാകും വിധം ഉപയോഗിക്കാനും അതിരാവിലെ ഉണർന്ന് ആധ്യാത്മികമായ കൃഷ്ണാവബോധത്തെ വളർത്താനും കഴിയുമെങ്കിൽ ആ വിധം പ്രവൃത്തികളിൽ നിന്ന് ഭയന്നോ ക്ലേശമെന്ന് കരുതിയോ പിന്മാറിക്കൂടാ. അങ്ങനെയുള്ള ത്യാഗം രാജസികമാണ്. അപ്പോൾ നമ്മൾ രാജസികമായ ത്യാഗം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അതിരാവിലെ ഉണർന്ന് ആധ്യാത്മികമായ കൃഷ്ണാവബോധത്തെ വളർത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ കൃഷ്ണാവബോധത്തിന് സഹായിക്കുമാകുന്ന വിധത്തില് നമുക്ക് ധനം നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ ഭയം, അത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഭയം, അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അതെന്താണ്? രാജസികമായിട്ടുള്ള ത്യാഗമായിട്ടാണ് പറയുന്നത്. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്ത ഫലം ചൈവ സാത്യാഗ സാത്വികോ മതഃ. ഹേ അർജുന, ഭൗതിക സംഗ്രഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഭൗതിക സംഗ്രഹിതനായിക്കൊണ്ട് ഫലം ഉദ്ദേശിക്കാതെ തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതി വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ത്യാഗം എങ്ങനെയാണ്? സാത്വികമായിട്ടുള്ള ത്യാഗമാണെന്ന് പറയാം. അപ്പോൾ ഭൗതികം സംഗ്രഹിതനായിക്കൊണ്ട് ഫലം ഉദ്ദേശിക്കാതെ തന്റെ കർത്തവ്യമാണ് എന്ന് മാത്രം കരുതി വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവരുടെ ത്യാഗം സാത്വികമാണ്. അപ്പോൾ താൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നു, അത് തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് ചെയ്യുക, അതാണ് എന്ത്? സാത്വികമായ ത്യാഗം എന്ന് പറയുന്നത്. ഇപ്പൊ സാത്വികമായ ത്യാഗം എന്ന് വെച്ചാല് കർമ്മം മുഴുവൻ ചെയ്യും, പക്ഷെ അത് തനിക്ക് വിധിക്കപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് ഫലം ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുകയാണെങ്കിൽ അത് സാത്വികമായിട്ടുള്ള ത്യാഗമായിട്ട് മാറി. ചെയ്യുന്ന ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ അത് രാജസികമായിട്ട് മാറി. പിന്നെ താമസികമായിട്ടുള്ളത് എന്താ പറഞ്ഞത്? നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല നിയത കർമ്മങ്ങൾ. അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് താമസികമായിട്ടുള്ള ത്യാഗമായിട്ട് മാറും. നാദേഷ്ട്യ കുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ചിന്ന സംശയ. സ്വാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നിരിക്കും. അപ്പൊ സ്വാത്വികനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു ത്യാഗി, ആ വ്യക്തി അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല? ശുഭകർമ്മങ്ങളോ അശുഭകർമ്മങ്ങളോ അങ്ങനെയുള്ള കർമ്മങ്ങളിലെ ആസക്തി ഉണ്ടാവില്ല, വെറുപ്പും ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളും തീർന്നിരിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് കർമ്മത്തെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടാവില്ല. ഇത് ശുഭകർമ്മം, ഇത് അശുഭകർമ്മം, അതിലെ ആസക്തി അല്ലെങ്കിൽ ഒന്നിനോട് വെറുപ്പ് അങ്ങനെയൊന്നും ആർക്കുണ്ടാവില്ല? ഈ സാത്വികനായിട്ടുള്ള ത്യാഗിക്ക് ഉണ്ടാവില്ല. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമ്മണ്യം ശേഷത യസ്തു കർമ്മ ഫലത്യാഗി സാത്യാഗീത്യഭിധീയതേ. ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ നിശേഷം ത്യജിക്കുക സാധ്യമല്ല തന്നെ. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥ ത്യാഗി എന്ന് പറയാം. അപ്പൊ ശരീരസ്ഥനായ ജീവാത്മാവിന് എങ്ങനെയാണ്? ഒരിക്കലും കർമ്മങ്ങളെ ത്യജിക്കാനായിട്ട് ജീവാത്മാവിന് സാധിക്കില്ല. എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ കർമ്മത്തിന്റെ ഫലങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുന്നവന്
ഉള്ളവനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യഥാർത്ഥ ത്യാഗി എന്ന് പറയുന്നത്. അപ്പൊ കർമ്മങ്ങളെ നമുക്ക് ഒരിക്കലും ത്യജിക്കാൻ പറ്റില്ല, പക്ഷെ കർമ്മ ഫലങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ത്യാഗി എന്ന് പറയാനായിട്ട് സാധിക്കും. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിലെ പല അംഗങ്ങളും ഓഫീസുകളും ഫാക്ടറിയിലും മറ്റും കഠിനമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ നേടുന്ന ധനമത്രയും അവർ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഇത്തരം വിശിഷ്ടാത്മാക്കളാണ് യഥാർത്ഥ സന്യാസി വര്യന്മാർ. കർമ്മഫലങ്ങളെ ത്യജിക്കേണ്ടത് എങ്ങനെയെന്നും എന്തിനു വേണ്ടിയെന്നും ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ പ്രവർത്തിക്കുന്ന പലവരും എങ്ങനെയാണ്, ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യണ്ടാവും, അതിന്റെ ഒരു പങ്ക് അത് സംഘടനയ്ക്ക് വേണ്ടി, ആ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെലവാക്കും. അത്തരത്തിലുള്ളവരെ നമുക്ക് എന്ത് പറയാം, യഥാർത്ഥ സന്യാസിമാരാണെന്ന് പറയാം. കർമ്മത്തിന്റെ ഫലങ്ങളെ ത്യജിക്കേണ്ടത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാണ്. ഒന്ന്, കർമ്മത്തിന്റെ ഫലങ്ങൾ ത്യജിക്കുന്നു, അതെന്തിനാണ്, നമ്മൾ കൃഷ്ണാവബോധത്തിന് വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അനിഷ്ടമിഷ്ടമിശ്രം ച ത്രിവിധം കർമ്മണാ ഫലം ഭവത്യാത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം കച്ചത്. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാന്തരം അനുഭവിക്കേണ്ടതായിട്ട് വരും. സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ സന്യാസി എന്ന് പറഞ്ഞത് എന്താണ്, കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ ത്യജിക്കുന്ന വ്യക്തി. പക്ഷെ അല്ലാത്തവര് കർമ്മത്തിന്റെ ഫലങ്ങള് സ്വയം അനുഭവിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് മരണത്തിന് ശേഷം എന്ത് വേണ്ടി വരും, 3 വിധത്തിലുള്ള കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അനിഷ്ടം, ഇഷ്ടം, മിശ്രം. അത് എങ്ങനെയുള്ളവർക്കാണ്, കർമ്മത്തിന്റെ ഫലങ്ങള് ത്യജിക്കാത്തവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും മരണശേഷം. അനിഷ്ടം എന്ന് വെച്ചാല് നരകത്തിലേക്ക് നയിക്കുന്നത്, ഇഷ്ടം എന്ന് പറഞ്ഞാല് സ്വർഗത്തിലേക്ക് നയിക്കുന്നത്, മിശ്രം എന്ന് പറഞ്ഞത് രണ്ടും കൂടിയത്. അപ്പൊ നമ്മള് ഇപ്പൊ കർമ്മത്തിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ത്യജിക്കാത്തവർക്ക് മരണത്തിന് ശേഷം എന്തനുഭവിക്കേണ്ടി വരും, അനിഷ്ടം, ഇഷ്ടം, മിശ്രം, ഈ 3 കാര്യങ്ങള് അനുഭവിക്കേണ്ടതായിട്ട്, കർമ്മത്തിന്റെ ഫലങ്ങൾ 3 തരത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇഷ്ടമായിട്ടുള്ളതും അനിഷ്ടമായിട്ടുള്ളതും മിശ്രമായിട്ടുള്ളതും. ഇങ്ങനെയുള്ളവർക്ക് വരുള്ളത് കർമ്മത്തിന്റെ ഫലം ആഗ്രഹിക്കുന്നവർക്ക്. ത്യജിക്കുന്നവർക്ക് വേണ്ടി വരില്ല. സന്യാസികൾക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവില്ല. ആർക്കേ വേണ്ടി വരുള്ളൂ, കർമ്മത്തിന്റെ ഫലം ആഗ്രഹിക്കുന്നവർക്കാണ് മരണശേഷം ഈ ഒരു അനുഭവങ്ങൾ, ഇത് അനുഭവിക്കേണ്ടതായിട്ട്, ഈ കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഭാഗം 13 മുതൽ 17 സംഗ്രഹം ജ്ഞാനവിഭാഗം, അതായത് 13 മുതൽ 18 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത്. പഞ്ചൈ താനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തി പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. മഹാബാഹുവായ അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെ പറ്റി ഇനി പറയാം, എന്നിൽ നിന്ന് കേൾക്കൂ. അപ്പോൾ വേദാന്ത പ്രമാണ പ്രകാരം എന്താണ്, എന്ത് കർമ്മം ചെയ്യണമെങ്കിലും, ഏതൊരു പ്രവൃത്തി നിർവഹിക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം, 5 കാരണങ്ങൾ ഉണ്ടായിരിക്കണം. 5 കാര്യങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം, അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, ഒരു ശരീരം വേണം. കർമ്മം ചെയ്യാൻ ഒരു വ്യക്തി വേണം. പിന്നെ ഇന്ദ്രിയങ്ങൾ വേണം, കാരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ വേണം. നമുക്ക് ചെയ്യാനൊരു കാര്യം വേണം. നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ വേണം. പിന്നെ എന്ത് വേണം, പരമാത്മാവ്, ഭഗവാന്റെ ആ കാരുണ്യം വേണം. ഈ 5 കാര്യങ്ങളാണ് നമ്മളെ കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് 5 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണ്ടത്, ഒന്ന് ചെയ്യാനായിട്ട് നമുക്കൊരു ശരീരം വേണം, കർമ്മം ചെയ്യാൻ ഒരു വ്യക്തി വേണം, പിന്നെ ഇന്ദ്രിയങ്ങൾ വേണം, ചെയ്യാനൊരു കാര്യം വേണം, ഉദ്യമം വേണം, പിന്നെന്താണ്, പരമാത്മാവ്, ഭഗവാനും വേണം. ഈ 5 ഘടകങ്ങളാണ് ഒരു കാര്യം ചെയ്യാനായിട്ട് വേണ്ടത്. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്.
ഹരേ കൃഷ്ണ. ശരീരവാത്മനോഭിർയത് കർമ്മ പ്രാരാഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചേതേ തസ്യ ഹേതവഃ. ന്യായമാവട്ടെ അന്യായമാവട്ടെ മനുഷ്യൻ തന്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. അപ്പൊ എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യണമെങ്കിൽ ഈ 5 ഘടകങ്ങൾ അത്യാവശ്യമാണ്. അത് ന്യായമായ പ്രവൃത്തിയാകാം, അന്യായമായ പ്രവൃത്തിയാകാം. ഏത് തരത്തിലുള്ള പ്രവൃത്തി ആയാലും ഈ 5 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഏതൊക്കെയാണ് 5 എണ്ണം പറഞ്ഞത് നമ്മള്? ഒന്ന്, നമുക്കൊരു ശരീരം വേണം, പിന്നെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തി വേണം, പിന്നെ അതിനൊരു ഉദ്യമം, ഒരു കാരണം വേണം, പിന്നെ ഭഗവാൻ പരമാത്മാവ് വേണം, പിന്നെന്താണ് ഒരെണ്ണുകൂടി? ഉദ്യമം വേണം, പരമാത്മാവ് വേണം, കാരണം ഇന്ദ്രിയങ്ങൾ വേണം അല്ലെ? ഈ 5 ഘടകങ്ങൾ ആവശ്യമാണ്. അത് ന്യായമായ കാര്യമായാലും അന്യായമായ കാര്യമായാലും ഈ 5 ഘടകങ്ങൾ ആവശ്യമാണ് ഏതൊരു പ്രവർത്തിക്കും. ന്യായമായ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ ചെയ്യുക. ശാസ്ത്രത്തില് നിർദ്ദിഷ്ടമായതാണ് എന്ത്? ന്യായമായ കർമ്മം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത് എന്താണ്? അന്യായമായ കർമ്മം. ഈ 2 വിഭാഗത്തിൽ പെട്ടതായാലും കർമ്മം നിറവേറ്റാൻ മുൻ പറഞ്ഞ 5 ഘടകങ്ങൾ കൂടിയേ കഴിയൂ. അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിൽ വന്നാലും നമുക്ക് ഈ 5 ഘടകങ്ങൾ വേണ്ടതാണ്. ന്യായമായ കർമ്മം ചെയ്യാനും അന്യായമായ കർമ്മം ചെയ്യാനും ഈ 5 ഘടകങ്ങൾ കൂടിയേ മതിയാകൂ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തൂയഃ പശ്യത്യ കൃതബുദ്ധിത്വാൻ സാ പശ്യാതി ദുർമതി. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാതഥം കാണാൻ കഴിയില്ല. അപ്പോ ഇതില് ഈ 5 ഘടകങ്ങളും കണക്കിലെടുക്കാതെ താനാണ് എല്ലാത്തിന്റെയും കർത്താവ്, താനാണ് എല്ലാത്തിന്റെയും അധിപൻ എന്ന് വിചാരിക്കുന്നവൻ ഒരിക്കലും ആരല്ല? ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികളെ യഥാതഥത്തിൽ കാണാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് അറിയില്ല? യഥാരീതിയിൽ നല്ല ശരിയായ രീതിയിൽ കാര്യങ്ങളെ നോക്കി കാണാൻ കഴിയാത്ത വ്യക്തിയാണ്. കാരണം ഈ 5 ഘടകങ്ങളും കണക്കിലെടുക്കാതെ എല്ലാത്തിനും കാരണം ഞാനാണ് എന്ന് വിചാരിക്കുന്നവൻ ഒരിക്കലും ബുദ്ധിമാനല്ല. അയാൾക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണാൻ കഴിയാത്ത വ്യക്തിയായിരിക്കും. മേൽ പറഞ്ഞ 4 ഭൗതിക ഹേതുക്കളെ മാത്രം കർമ്മത്തിന് കാരണമായി കാണരുത്. പരമവും പരമകാഷ്ഠയുമായ കാരണത്തെ ഓർക്കണം. ഈ പരമപുരുഷനെ കണ്ടറിയാത്തവനാണ് താൻ തന്നെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ 4 കാരണങ്ങൾ മാത്രമല്ല, അതിന് മാത്രമായിട്ട് കാണരുത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ആ പരമപുരുഷൻ, ഏറ്റവും പരമവും കർമ്മക്ഷമമായ കാരണത്തെ ഓർക്കണം. അപ്പൊ സർവകാരണം, എല്ലാത്തിനും കാരണമായിട്ടുള്ള ഒരു കാരണമുണ്ട് അല്ലെ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണം. അപ്പൊ എല്ലാത്തിനും കാരണനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ കണ്ടറിയാത്തവനാണ് എന്ത് ചിന്തിക്കുന്നത്? താനാണ് എല്ലാത്തിനും കാരണം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളവർ എന്തല്ല? ബുദ്ധിമാന്മാരല്ല എന്ന് മനസ്സിലാക്കാം. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർ യസ്യാന ലിപ്യത്തെ ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തി ന നിബധ്യതേ. മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടും കൂടിയ ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. അപ്പൊ മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെ, അപ്പൊ മിഥ്യാഹങ്കാരം കൊണ്ടല്ലാതെ അനാസക്തമായ ബുദ്ധിയോടുകൂടി, ആസക്തി ഇല്ലാതെ, അതായത് നമുക്ക് എന്തില്ല? ഒന്നിനോടും ആസക്തി ഇല്ലാത്ത ആ ബുദ്ധിയോടുകൂടി ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാൽ പോലും അയാൾ എങ്ങനെയല്ല? ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. അപ്പൊ മിഥ്യാഹങ്കാരം കൊണ്ട് നമ്മൾ ചെയ്യാണ്, അല്ലെങ്കിൽ ആസക്തമായ ബുദ്ധി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾ ബാധിക്കപ്പെടും. നേരെ മറിച്ച് മിഥ്യാഹങ്കാരം കൊണ്ടല്ല, ആസക്തി ഇല്ലാതെയാണ് നമ്മൾ ഒരു നരഹത്യയിൽ ചെയ്താൽ പോലും നമ്മൾ ഒരിക്കലും ആരല്ല? ഹിംസകനല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മളെ ബാധിക്കുന്നില്ല. അതായത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച്, പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് കൃഷ്ണാവബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ആരും എങ്ങനെയല്ല? ഹിംസകനല്ല. അപ്പൊ ഹിംസയുടെ അതിന്റെ പ്രതിപ്രവർത്തനം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. അപ്പൊ ഉദാഹരണം, നമ്മളൊരു മേലുദ്യോഗസ്ഥന്റെ കൽപ്പന പ്രകാരം ഒരു ഭടൻ മനുഷ്യരെ കൊന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭടൻ എന്ത് വരുന്നില്ല? ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം പക്ഷെ നേരെ മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലോ ആ വ്യക്തിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആ വ്യക്തിക്ക്
ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ ഭഗവാന്റെ ഇച്ഛപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർ യസ്യാന ലിപ്യത്തെ ഹത്വാപി സൈമാൻ ലോകാൻ ഹന്തി നാനിപത്യത്തെ നാഹന്തി നലിപ്യത്തെ. മിഥ്യാഹങ്കാരത്തിൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടും കൂടിയ ഒരാൾ നരഹത്യപ്പെട്ടാൽ പോലും അയാൾ ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബാധിക്കുന്നില്ല, ബന്ധിക്കുന്നില്ല. ഇപ്പൊ തന്നെ പറഞ്ഞതല്ലത്. ജ്ഞാനം ന്യായം പരിജ്ഞാത ജ്ഞാനം ന്യായം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ഇനി അടുത്ത് പറഞ്ഞ ന്യായം, ജ്ഞാനം, ജ്ഞാന വിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകമായിട്ടുള്ളത്. അപ്പൊ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ജ്ഞാനം, നമുക്ക് എന്തുണ്ടാവണം? ജ്ഞാനം ഉണ്ടാവണം, അറിവുണ്ടാവണം. പിന്നെ ജ്ഞാനത്തിനൊരു വിഷയം ഉണ്ടാവണം, അറിയാൻ നമുക്കൊരു വിഷയം വേണം. പിന്നെന്താണ്? ജ്ഞാനി, ചെയ്യാനായിട്ട് ജ്ഞാനം നേടാനൊരു വ്യക്തി വേണം അല്ലെ, ജ്ഞാനി ചെയ്യാനായിട്ടൊരു വ്യക്തി വേണം. ഈ 3 ഘടകങ്ങളാണ് നമ്മൾ എന്തിനെ പ്രേരിപ്പിക്കുന്നത്? കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ദ്രിയങ്ങള്, കർമ്മം, കർത്താവ്. ആ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ വരും, കർമ്മം വരും, കർത്താവ് വരും. അപ്പൊ 3 പ്രേരകങ്ങൾ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് അറിവ് വേണം, ജ്ഞാനം വേണം, അതിനൊരു വിഷയം വേണം, ചെയ്യാനായിട്ട് പഠിക്കാനായിട്ടൊരു വ്യക്തി വേണം, അറിയാനായിട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തി വേണം. അതാണ് ജ്ഞാനി. ഇനി അതിന്റെ ഘടകങ്ങൾ വരുന്നത് ഇന്ദ്രിയങ്ങളും കർമ്മവും കർത്താവുമായിരിക്കും അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. അടുത്തത് ത്രിഗുണങ്ങള് എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ജ്ഞാനം കർമ്മച്ച കർത്താച്ച ത്രിധൈവ ഗുണഭേദതഃ പ്രോച്യത്തെ ഗുണസാഖ്യേന യഥാ വചൃണുതാന്യപി. ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, 3 ഗുണത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെ പറ്റി ഇനി പറഞ്ഞു തരാം. അപ്പോ ഈ ജ്ഞാനത്തെ കുറിച്ച് ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ അനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, കർത്താവുണ്ട്. ഇനി അതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ 3 വിധത്തിലുള്ള ഗുണങ്ങളെ കുറിച്ച്, 3 ഗുണത്തിൽ വരുന്ന കർമ്മത്തെ കുറിച്ചും കർത്താവിനെ കുറിച്ചും ജ്ഞാനത്തെ കുറിച്ചുമാണ് ഇനി ഇവിടെ പറയുന്നത്. സർവഭൂതേഷു യാനേകം ഭാവമവ്യയമീക്ഷത്തെ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സ്വാത്വികം. അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും അവിഭക്തമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സ്വാത്വികമായതെന്ന് നീ മനസ്സിലാക്കണം. അപ്പൊ അസംഖ്യ രൂപങ്ങളില് ഭിന്നമായിട്ട് കാണപ്പെടുന്നുവെങ്കിലും, അപ്പൊ അസംഖ്യ രൂപങ്ങളില് നമ്മൾ ഭിന്നമായിട്ട് കാണപ്പെടുന്നു. അതായത് നമുക്കറിയാലോ, നമ്മൾ മനുഷ്യന്റെ രൂപത്തിൽ കാണുന്നുണ്ട്, മൃഗങ്ങളെ രൂപമുണ്ട്, പക്ഷികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, അങ്ങനെ പല പല രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ ജീവജാലങ്ങളും അവിഭക്തമായ ഒരേ ഭൗതിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സ്വാത്വികമായതെന്ന് മനസ്സിലാക്കണം. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും എന്തുണ്ട്? പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പല രൂപത്തിലും നമ്മൾ കാണപ്പെട്ടാലും എല്ലാ ജീവാത്മാക്കളിലും ഭഗവാൻ, പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്? സ്വാത്വികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ജീവാത്മാക്കളിലും ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനമാണെന്ത്? സാത്വികമായ ജ്ഞാനം എന്ന് പറയുന്നത്. പൃഥക്തേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്തിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. ഓരോ ശരീരത്തിലും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ജ്ഞാനം രാജസികമായിട്ടുള്ള ജ്ഞാനം. അപ്പോൾ ഓരോ ശരീരത്തിലും വെവ്വേറെ ജീവാത്മാക്കളാണ്, ഓരോ ശരീരത്തിലും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഭൗതിക ശരീരം, ജീവാത്മാവ്, ആ ജീവാത്മാവ് കുടികൊള്ളുന്നത് എങ്ങനെയാണ്? വേറെ ജീവാത്മാക്കളാണ് കുടികൊള്ളുന്നത് എന്ന് തോന്നിക്കുന്ന ജ്ഞാനമാണ് എന്ത്? രാജസികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് യത്തു കൃഷ്ണാവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥ
വദൽപം ച തത്തമാസമുദാഹൃതം. കാരണം കൂടാതെയും സത്യജ്ഞാനം നേടായും എല്ലാം അത് തന്നെയാണെന്ന് കരുതി നിസാര കാര്യത്തിൽ അതീവ താല്പര്യം കൊള്ളുന്നതുമായ അറിവ് തമോ ഗുണാത്മകമാണ്. അപ്പൊ കാരണം കൂടാതെയും സത്യം നേടാതെയും എല്ലാം അത് തന്നെയാണ്. അതായത് നമ്മുടെ ശരീരവും ആത്മാവും, നാം ശരീരം ആത്മാവല്ല ശരീരമാണെന്ന് ചിന്തിക്കുക. അങ്ങനെ കരുതി കരുതി നിസാര കാര്യത്തിൽ അതീവ താല്പര്യം കൊള്ളുന്ന അറിവാണ് എന്ത്? തമോ ഗുണത്തിലുള്ള അറിവെന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് വിചാരിക്കുകയാണ്? ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് പകരം ഞാൻ ആത്മാവല്ല ശരീരമാണെന്ന് ചിന്തിക്കുക. അത് ചിന്തിക്കുന്നതാണ് എന്ത്? തമോ ഗുണത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ദേഹാതീതനായ ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം സാത്വികവും. അപ്പൊ ദേഹത്തിന് അതീതനായിട്ടുള്ള ജീവാത്മാവ്, ആ ജീവാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സാത്വികമായിട്ടുള്ള ജ്ഞാനവും. അതായത് ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത് സാത്വികമായ ജ്ഞാനം. പിന്നെ ഭൗതിക യുക്തിയിൽ നിന്നും ഊഹാപോഹങ്ങളിൽ നിന്നും ജനിക്കുന്ന സിദ്ധാന്തങ്ങൾ രാജസികമായിട്ടുള്ളത്. ശരീരത്തിന്റെ സംപ്രീതിക്കും സുരക്ഷിതത്തിനും ഉതകുന്ന ജ്ഞാനം താമസികം. സംപ്രീതിക്കും ശരീരത്തെ സുരക്ഷിതമാക്കാനായിട്ട് ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ജ്ഞാനം താമസികമായിട്ടുള്ള ജ്ഞാനം. അതായത് ശരീരമല്ല ആത്മാവാണെന്ന് ചിന്തിക്കുന്നത് സാത്വികമായിട്ടുള്ള ജ്ഞാനം, ആത്മാവല്ല ശരീരമാണെന്ന് ചിന്തിക്കുന്നത് താമസികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയാം. രണ്ടും ഒന്നാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? അത് രാജസികമായിട്ടുള്ളതെന്ന് പറയാം നമുക്ക്. നിയതം സംഘരഹിതം രാഗദ്വേഷാദാകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യത്തെ. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയുന്നു. അപ്പൊ അനാസക്തമായിട്ട്, ആസക്തി ഇല്ലാതെ, രാഗദ്വേഷരഹിതനായിക്കൊണ്ട്, ഫലാസക്തി കൂടാതെ, ഫലം ആഗ്രഹിക്കാതെ നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മമാണെന്ത്? സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ആസക്തി ഇല്ലാതെ രാഗദ്വേഷരഹിതനായിക്കൊണ്ട് ഫല ആസക്തി കൂടാതെ നിയന്ത്രിതമായ വിധത്തിൽ കർമ്മം ചെയ്യുന്നതാണെങ്കിൽ അതെന്താണ്? സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തില്ല, അവിടെ കർമ്മം ചെയ്യുന്നു, ഫലത്തിൽ ആസക്തി ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് പറയാം. ഇവിടെ ഫസ്റ്റത്തെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇതിനു മുന്നത്തില് അറിവ്, ജ്ഞാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി കർമ്മത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജാസമുദാഹൃതം. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസികമായിട്ടുള്ള കർമ്മം. ഇനി കർമ്മത്തെ കുറിച്ച് പറയാണ് അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞു ഫലം ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് എന്ത്? രാഗദ്വേഷരഹിതനായിട്ട് ഫലം ആസക്തി ഇല്ലാതെ ചെയ്യുന്നത് സാത്വികമായിട്ടുള്ള കർമ്മം. രണ്ടാമത്തത് പറയുന്നത് എന്താണ്? ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് മിഥ്യാഹംഭാവം കൊണ്ട് പ്രയാസപ്പെട്ട് ചെയ്യുന്നതാണ് എന്ത്? രാജസികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. ഇനി താമസികമായ കർമ്മം എന്താണ്? അനുബന്ധം, ക്ഷയം, ഹിംസ, മനാപേക്ഷാച്ച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തമുദാഹൃതം തത്താമസം മോഹാദാരഭ്യതേ കർമ്മ യത്തതാമ സമുച്യത്തെ. തുടർന്നുണ്ടാകുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാകുന്ന നാശങ്ങളെയോ ക്ലേശത്തെയോ അവഗണിച്ച് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മം താമസികമായിട്ടുള്ളത്. അപ്പൊ തുടർന്നുണ്ടാകുന്ന കെട്ടുപാടുകളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നാശത്തെ കുറിച്ചോ ക്ലേശങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്ന കർമ്മമാണ് എന്ത്? താമസികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നാശങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്ന കർമ്മം താമസികമായിട്ടുള്ള കർമ്മം എന്ന് പറയാം. ഇനി സാത്വികനായിട്ടുള്ള വ്യക്തി കർത്താവിനെ കുറിച്ചാണ് 3 തരത്തിലുള്ള പറയുന്നത്. മുക്ത സംഗോനഹം വാദി ധൃത്യുത്സാഹസമന്വിതഃ സിദ്ധ്യോർ നിർവികാര കർത്ത സാത്വികമുച്യത്തെ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെടാതെ മിഥ്യാഹങ്കാരം ത്യജിച്ചും സ്ഥിരനിശ്ചയത്തോടും ഉത്സാഹത്തോടു കൂടിയും ജയപരാജയങ്ങളിൽ അക്ഷോഭ്യനായും പ്രവർത്തിക്കുന്നവനാണ് സാത്വികനായിട്ടുള്ള വ്യക്തി. അപ്പൊ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല, മിഥ്യാഹങ്കാരം ഇല്ലാത്ത വ്യക്തി സ്ഥിരനിശ്ചയത്തോടെ ഉത്സാഹത്തോടു കൂടി ജയം പരാജയത്തിൽ അക്ഷോഭ്യനായിട്ട്, ജയവും പരാജയം അതിനെക്കുറിച്ചൊന്നും ഇല്ല, ചിന്തിക്കുന്നില്ല. ജയം വന്നാലും പരാജയം വന്നാലും എല്ലാം ഒരേപോലെ അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ് ആര്? സാത്വികനായിട്ടുള്ള കർത്താവ് എന്ന് പറയുന്നത്.
രാഗി കർമ്മഫല പ്രേപ്സുർലുബ്ധോ ഹിംസാത്മകോ ശുചിഃ ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിതഃ. പ്രവൃത്തിയിലും അതിന്റെ ഫലങ്ങളിലും ആസക്തനും ആ ഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവനും ലോഭിയും ഈർഷ്യാലുവും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായ കർത്താവാണ് രാജസികനായിട്ടുള്ള കർത്താവ്. അപ്പൊ പ്രവൃത്തി അതിന്റെ ഫലങ്ങളിൽ ആസക്തനായിരിക്കുക, പ്രവൃത്തിയിലും അതിന്റെ ഫലങ്ങളിലും ആസക്തനായിരിക്കുക, ആ ഫലങ്ങള് അനുഭവിക്കാൻ ആഗ്രഹമുള്ള, പിന്നെ ഫലത്തിൽ ആസക്തനുണ്ട്, അതിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കാനും അനുഭവിക്കാനും ആഗ്രഹമുണ്ട്. പിന്നെ ലോഭിയായിരിക്കും, ഭൗതികമായ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും, ഈർഷ്യാലുവായിരിക്കും, വിശുദ്ധി ഉണ്ടാവില്ല, സുഖദുഃഖങ്ങളെ സുഖദുഃഖങ്ങൾ ബാധിതനുമായിട്ടുള്ളവരാണ് രാജസികനായിട്ടുള്ള കർത്താവ് എന്ന് പറയുന്നത്. അതായത് ഫലങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ് രാജസികനായിട്ടുള്ള കർത്താവ് എന്ന് പറയുന്നത്. അയുക്ത പ്രാകൃത സ്തബ്ധ ശഠോ നൈഷ്കൃതികോലസ വിഷാദി ദീർഘസൂത്രീ ച കർത്ത താമസമുച്യത്തെ. എപ്പോഴും ശാസ്ത്ര നിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും ഭൗതികവാദിയും നിർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം വീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരാളെ താമസികനായ കർത്താവ് എന്ന് പറയാം. എപ്പോഴും ശാസ്ത്ര നിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ, ശാസ്ത്രങ്ങൾക്ക് നിഷിദ്ധങ്ങളായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, ഭൗതികവാദി അല്ലെങ്കിൽ ദുർവാശിക്കാരൻ, ചതിയൻ, മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ള വ്യക്തി, അലസനായ വ്യക്തി, ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വ്യക്തി. അതായത് തന്റെ നിയതമായ കർമ്മങ്ങൾ ചെയ്യാതെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വ്യക്തിയാണ് ആര്? താമസികനായിട്ടുള്ള കർത്താവ് എന്ന് പറയാം. ഹരേ കൃഷ്ണ. അടുത്തത് എടുക്കണോ? ദുർഭേദം ധൃതേ ചൈവ ഗുണധാത് ത്രിവിധം ശൃണോ പ്രോച്യമാനാമശേഷേണ പൃഥക്തേന ധനഞ്ജയ. ഹേ ധനഞ്ജയ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളും അവയെക്കുറിച്ച് ഇനി വിവരിച്ചു തരാം, കേട്ടുള്ളൂ. പിന്നെ പലതരത്തിലുള്ള അറിവുകൾ, ദൃഢനിശ്ചയത്തെ കുറിച്ചാണ് ഇനി 3 ഗുണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദൃഢനിശ്ചയം ത്തിനെക്കുറിച്ചും അറിവുകൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് എന്നിവിടെ പറയുന്നത്. എടുക്കാൻ പറ്റുമോ? നിർത്തട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 78 ശ്ലോകം മൊത്തം. 78 എടുക്കൂല എന്തായാലും. ഇത് ഇത്ര എടുക്കാം മാതാജി? അതുകൂടെ എടുക്കാം മാതാജി. 30 വരെ വരട്ടെ മാതാജി. 18, 30 വരെ വരട്ടെ മാതാജി. അപ്പൊ ഇത് 3 കൂടി എടുക്കേണ്ടി വരും. ബുദ്ധിയുടെ പറയുമ്പോ സാത്വികം വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ, അപ്പൊ അതിന്റെ രാജസികവും താമസികവും കൂടി എടുക്കേണ്ടി വരും. ഇത്രയും മതി മാതാജി. ഇനി എടുക്കുകയാണെങ്കിൽ ഇനി 3 വെച്ച് എടുക്കേണ്ടി വരും. എന്ത് ചെയ്യും? എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. മതി മാതാജി. ഇത് വെച്ച് നിർത്താം മാതാജി. ഹരേ കൃഷ്ണ. കാരണം ഇനി എടുക്കുകയാണെങ്കിൽ അടുത്ത 3 ഇങ്ങനെ വന്നോണ്ടിരിക്കില്ല, അപ്പൊ പിന്നെ ഒരെണ്ണമായിട്ട് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രണ്ടെണ്ണം ജ്ഞാനത്തിന്റെ ഇത് നാളെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് നാളെ എടുക്കാം, ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ. ഇത് വെറുതെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാ, അത്ര എളുപ്പമുള്ളതല്ല ഇത്. കാരണം ആ 3 ഗുണത്തിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അത് കുറച്ച്. അല്ല, കാറ്റഗറൈസേഷൻ ക്ലിയർ ആവൂല ശരിക്കും പഠിച്ചില്ലെങ്കിൽ. അതെ, ജ്ഞാനത്തിന്റെ 3 ഭാഗങ്ങള്. പിന്നെന്താണ് പറഞ്ഞതെന്ന്? ജ്ഞാനം പറഞ്ഞു, കർത്താവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ? ത്യാഗത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞ? കർമ്മം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ജ്ഞാനം പറഞ്ഞു, ത്യാഗം പറഞ്ഞു. 4 കാര്യങ്ങൾ. അതെ, അങ്ങനെ വേണം. ജ്ഞാനം പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ, അത് നോക്കുമ്പോ നമ്മൾ പറഞ്ഞു പോവാം. ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നല്ലോ മാതാജി, കണ്ടല്ലോ.
ഫസ്റ്റത്തെ മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നല്ല, വിശുദ്ധീകരിക്കുന്ന 3 കർമ്മങ്ങൾ ഏതൊക്കെയാണ്? യജ്ഞം, ദാനം, തപസ്. കർമ്മങ്ങൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നാണ് ഭഗവാൻ പറഞ്ഞത്? ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ ആയിരിക്കണം ചെയ്യേണ്ടത്. 3 ഗുണത്തിലുള്ള ത്യാഗത്തെ കുറിച്ച് പറയുക. കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചു വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്താൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളത്. നമ്മൾ ഒരിക്കലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? തമോ ഗുണത്തിലുള്ള ത്യാഗമാണ്. ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യാതിരുന്നാലോ അത് രാജസികമായിട്ട് മാറും. അതെ, ഫലം ഉദ്ദേശിക്കാതെ ചെയ്യുകയാണെങ്കിൽ അത് സാത്വികമായിട്ടുള്ള ത്യാഗം. 3 പഠിച്ചില്ലേ? മനസ്സിലായില്ലേ ഇപ്പൊ? ഇനി അടുത്തത് അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്താണെന്ന്. അപ്പൊ ഫലം ആഗ്രഹിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ? അങ്ങനെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ മരണശേഷം നമുക്ക് എന്ത് വരും? അതിന്റെ ഫലം അനുഭവിക്കണം. അനിഷ്ടം എന്ന് പറഞ്ഞാല് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഇഷ്ടം എന്ന് പറഞ്ഞാല് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, പിന്നെ മിശ്രം എന്ന് പറഞ്ഞാൽ 2 ഇടത്തേക്കും പോകേണ്ടി വരുന്നത്. അപ്പൊ അതാണ് നമ്മള് 2 ചേർന്നതാണ് എന്ത്? ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ 3 പറഞ്ഞ അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്ന് പറയുന്നത്. ഇനി കർമ്മ നിർവഹണത്തിനുള്ള 5 കാരണങ്ങൾ എന്തൊക്കെയാണ്? ശരീരം, കർമ്മം കർമ്മം ചെയ്യാൻ ആദ്യം ഒരു ശരീരം വേണം, ചെയ്യാൻ ഒരു വ്യക്തി വേണം, ഇന്ദ്രിയങ്ങൾ വേണം, പിന്നെ ഉദ്യമം വേണം, പിന്നെ ഭഗവാന്റെ കാരുണ്യം വേണം അല്ലെ? പരമാത്മാവ് വേണം. 5 എണ്ണം. പിന്നെ 3 ഗുണത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ച്. 3 ഗുണത്തിലുള്ള ജ്ഞാനം. എല്ലാ ജീവജാലങ്ങളിലും അവ്യക്തമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ ഭഗവാനെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സാത്വികം. അതായത് ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതാണ് സാത്വികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓരോ ശരീരത്തിലും വേറെ വേറെ ജീവാത്മാവ് കുടികൊള്ളുന്നു തോന്നുന്നത് രാജസികം. ഓരോ ശരീരം, അതായത് ആത്മാവും വേറെ ശരീരം വേറെ അല്ലെ? അത് എന്താ പറയണത്? രാജസികമായിട്ട് പറയുമ്പോ ഒന്നാമത്തെ പറഞ്ഞത് ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് സാത്വികമായിട്ടുള്ളത്. തമോ ഗുണത്തിൽ വരുമ്പോ ഞാൻ ആത്മാവല്ല ശരീരമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ചിന്തിക്കുന്നത് തമോ ഗുണത്തില്. ആത്മാവും ശരീരം 2 ഒന്നാണെന്ന് വിചാരിക്കുന്നത് രാജസികം. 2 ഒന്നാണെന്ന് വിചാരിച്ചാല് 2 ഒന്നാണ് ചിന്തിച്ച രാജസികം. അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത്. ബുക്കില് വേറെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മീനിങ് ഇങ്ങനെയാ വരുന്നത് കേട്ടോ. പൊന്നത്തില് ആത്മാവും ശരീരവും വേറെ വേറെ ആണെന്ന് വിചാരിക്കുന്നു, ശരീരമല്ല ആത്മാവാണെന്ന് വിചാരിക്കുന്നു. മറ്റേ തമോ ഗുണത്തിൽ വരുമ്പോ ആത്മാവല്ല ശരീരമാണെന്ന് വിചാരിക്കുന്നു. 2 ഒന്നാണെന്ന് വിചാരിച്ചാല് രാജസികം. ഞാൻ ചെയ്യുന്നത് മുഴുവനും ആത്മാവ് ശരീരം ഒന്ന് തന്നെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചാൽ അത് രാജസികം. അതാണ് ജ്ഞാനം പറയുന്നത്. പിന്നെ 3 ഗുണത്തിലുള്ള കർമ്മം താമസികം. മറ്റുള്ളവർക്കുണ്ടാകുന്ന നാശങ്ങളെ അവഗണിച്ച് ശാസ്ത്രവിരുദ്ധ കർമ്മം താമസികം. സാത്വികമായിട്ടുള്ളത് എന്താ പറഞ്ഞത്? ആസക്തിയില്ലാതെ രാഗദോഷരഹിതനായിട്ട് ഫലം ആഗ്രഹിക്കാതെ ചെയ്താല് സാത്വികമായിട്ടുള്ള കർമ്മം. ഫലം ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ചെയ്യുന്നത് രാജസികമായിട്ടുള്ള കർമ്മം. പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊന്നും ചിന്തിക്കാതെ അനിഷ്ടപ്രകാരം ശാസ്ത്രങ്ങൾ അവഗണിച്ചുകൊണ്ട് ചെയ്താല് താമസികമായിട്ടുള്ള കർമ്മം. പിന്നെ 3 ഗുണത്തിലുള്ള കർത്താവ്. അതൊന്നും കൂടെ പറയും മാതാജി. ആദ്യം പറഞ്ഞത് ഫലങ്ങളിലും ആ ഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹം ഉള്ളവനും വിശുദ്ധി ഇല്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായ കർത്താവാണ് രാജസൻ. സാത്വികല്ലേ? ആദ്യം സാത്വികത്തില് പറഞ്ഞെന്താണ്? ബന്ധപ്പെടാതെ മിഥ്യാഹങ്കാരം തേച്ചും ബന്ധമില്ലാതെ നിത്യഹങ്കാരമില്ല, ജയപരാജയ ചിന്തയില്ല. ഭൗതിക ത്രിഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഉത്സാഹത്തോടെ ഫലം ആഗ്രഹിക്കാതെ സ്ഥിരനിശ്ചയത്തോടെ ചെയ്യുക. ജയങ്ങളും പരാജയമൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പൊ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സാത്വികനായിട്ടുള്ള കർത്താവാണ്. എല്ലാം ചെയ്യും, നമ്മൾ എന്താഗ്രഹിക്കുന്നില്ല? ഫലം ആഗ്രഹിക്കുന്നില്ല, ജയോ പരാജയോ ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് സാത്വികനായിട്ടുള്ള കർത്താവ്. പക്ഷെ നമ്മൾ ഫലം
ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണതെങ്കിലോ സുഖം ദുഃഖവും രാജസീയം. കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധൈര്യം പിന്നെ വേറെ ഈശ്വലും എന്താണ്? സുഖവും ദുഃഖവും വിശുദ്ധിയില്ലാത്തവനും വിശുദ്ധിയില്ലാത്തവനും ജയവും പരാജയവും നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ രാജസികനായിട്ടുള്ള കർത്താവാണ്. പിന്നെ താമസികനായിട്ടുണ്ടെങ്കിൽ ശാസ്ത്രവിരുദ്ധമായിട്ട് ശാസ്ത്രങ്ങൾക്ക് കൗടില്യമുള്ളതെയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അഭിമാനിക്കുന്ന സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചു കൊണ്ടിരിക്കുന്നവനും താമസൻ എന്ന് പറയുന്നത്. അതായത് ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട്, പിന്നെ അതുപോലെ തന്നെ ദുർവാശിക്കാരനായിട്ട്, ചതിയനായിട്ട്, മറ്റുള്ളവർക്ക് അപമാനിക്കാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും സ്വന്തം കർമ്മം മാറ്റിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെയുള്ളവരാണ് എന്ത് താമസികനായിട്ടുള്ള കർത്താവ് എന്ന് പറയുന്നത്. 3 ഗുണത്തിലുള്ള ബുദ്ധി പറഞ്ഞില്ലേ അല്ലെ? അത്ര എത്തിയിട്ടുള്ളൂ അല്ലെ? ഇല്ല, ഹരേ കൃഷ്ണ.